നമസ്കാരം. കെ.പി. ഉമ്മർ എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്രയ്ക്ക് സുന്ദരനായ വേറൊരു വില്ലൻ നടൻ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മിമിക്രിയിൽ ആദ്യം ഒരു നടൻ്റെ ശബ്ദം ഞാൻ അനുകരിച്ച് അവതരിപ്പിക്കുന്നത് കെ.പി. ഉമ്മറിൻ്റേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക രീതിയിലുള്ള ശക്തമായ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ ഭാവപ്രകടനം, ആ സംഭാഷണ ശൈലി, ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് അനുകരിക്കാൻ പറ്റിയത്. മറ്റ് പല നടന്മാരുടെയും ശബ്ദം അനുകരിക്കാനുള്ളൊരു പ്രചോദനവും എനിക്ക് ഇതിലൂടെ ലഭിച്ചു എന്ന് തന്നെ പറയണം. കെ പി ഉമ്മർ എന്ന നടനെ ഞാൻ നേരിട്ട് ആദ്യം കാണുന്നത് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ നയം വ്യക്തമാക്കുന്നു എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. ആ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അബിയും കലാപവും റഹ്മാനും അഭിനയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അവരെ കൂടി ഒന്ന് കാണാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ചെന്നത്. അങ്ങനെയാണ് കെ.പി. ഉമ്മറിനെ ഞാൻ നേരിട്ട് ആദ്യമായി കാണുന്നത്. അദ്ദേഹം ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. സിനിമയിൽ എങ്ങനെയാണോ അദ്ദേഹം അഭിനയിക്കുന്നത്, സംസാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ കൗതുകത്തോടെയാണ് ഞാനത് നോക്കിക്കൊണ്ട് നിന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വളരെ അടുത്ത് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും ആലുവ പാലസിൽ വെച്ചാണ്. അവിടെ സിനി സർപ്രൈസ് 94 എന്ന ഗൾഫ് ഷോയുടെ റിഹേഴ്സൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. അത് സെഞ്ചുറി മമ്മി കോർഡിനേറ്ററായിരുന്നു. ഗൾഫിൽ ആ ഷോ സ്പോൺസർ ചെയ്ത് ഹമീദ് കെ ആയിരുന്നു. അപ്പോൾ ആ ഷോ എന്ന് പറയുന്നത് UAE പലയിടത്തും അവതരിപ്പിച്ചു. പിന്നെ ഖത്തർ, ബഹ്റിൻ, ഇവിടെ എല്ലാം അവതരിപ്പിച്ചു. അതിനകത്ത് ആ സ്റ്റേജ് ഷോയിൽ കെ.പി. ഉമ്മറിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ പങ്കെടുത്ത കലാകാരന്മാർ, അതായത് മാമുക്കോയ, ജോസ് പല്ലിശ്ശേരി, സുധീഷ്, ചിത്ര, ചാർമിള, നമ്മുടെ മനോജ് ആദ്യമായിട്ട് വരുന്ന ഗൾഫ് ഷോയാണിത്. ഇവരെയൊക്കെ അദ്ദേഹം കെ.പി. ഉമ്മർ പരിചയപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ സ്റ്റേജിൽ വിളിച്ചിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് പറഞ്ഞു വിടുക. അവസാനം എന്നെ വിളിക്കുമ്പോൾ ഞാൻ കെ.പി. ഉമ്മറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് അവതരിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ശബ്ദം അനുകരിക്കാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചോദിക്കും, കെ.പി. ഉമ്മർ മറുപടി പറയും, മിസ്റ്റർ കെ.പി. ഉമ്മർ, താങ്കൾ ഏത് സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്? ഞാൻ ആദ്യം അഭിനയിച്ചത് രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലാണ്. ഇങ്ങനെ പോകുന്നു. ഞാൻ കെ.പി. ഉമ്മറിൻ്റെ ശബ്ദം അനുകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ എന്ന ഡയലോഗാണ്. അതൊരു വില്ലൻ പരിവേഷത്തിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊരു വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് കാഞ്ചനയോട് ഡയലോഗ് പറയുന്ന ഒരു കഥാപാത്രം. കാഞ്ചനെ, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിന്നെ ഞാൻ അറബിക്കടൽ മാത്രമല്ല, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം ഒക്കെ കൊണ്ടുപോയി കാണിക്കും. അറബിക്കടൽ കാണാൻ വേണ്ടി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന് നീ കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എൻ്റെ ഹൗസ് ബോട്ട് ഇപ്പോൾ വരും. അതിൽ കയറി വെറും 5 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. നിന്നെ ഞാൻ അറബിക്കടൽ കാണിച്ചിരിക്കും. വാ എന്നോടൊപ്പം. എടി വരാനാ പറഞ്ഞത്.